ഒഞ്ചിയം രണസ്മരണകൾക്ക് ഇന്നേക്ക് 78 വർഷം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളാണ് ഒഞ്ചിയം രക്തസാക്ഷിത്വം. 1939 മണ്ടോടി കണ്ണന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൽ രൂപീകരിച്ച ഗ്രാമമാണ് ഒഞ്ചിയം. ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും ജനജീവിതത്തെ വേട്ടയാടിയിരുന്ന 40കളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ജനങ്ങളെ സമരസജ്ജരാക്കി. 1948 ഫെബ്രുവരിയിൽ കൊൽക്കത്തയിൽ നടന്ന രണ്ടാം പാർട്ടി കോൺഗ്രസിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറുമ്പ്രനാട് താലൂക്ക് കമ്മിറ്റി യോഗം ഒഞ്ചിയത്ത് ചേരാൻ തീരുമാനിക്കുന്നു. വിവരമറിഞ്ഞ MSP സംഘം നേതാക്കളെ പിടികൂടാൻ മുക്കാളിലെത്തി. പുലർച്ചെ 4-ന് അവർ മണ്ടോടി കണ്ണന്റെ വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. ജനക്കൂട്ടത്തിന് നേരെ MSP 17 റൗണ്ട് വെടിയുതിർത്തു. ചെന്നാട്ട് താഴെ വയലിൽ 8 കമ്മ്യൂണിസ്റ്റ് പോരാളികൾ പിടഞ്ഞു വീണു. അളവക്കൻ കൃഷ്ണൻ, മേനോൻ കണാരൻ, പുറവിൽ കണാരൻ, പാറുള്ളതിൽ കണാരൻ, KM ശങ്കരൻ, CK ചാത്തു, VP ഗോപാലൻ, വട്ടക്കണ്ടി രാഘൂട്ടി എന്നിവരായിരുന്നു ആ പോരാളികൾ. മണ്ടോടി കണ്ണനും കൊല്ലാച്ചേരി കുമാരനും മൃഗീയ മർദ്ദനത്തെ തുടർന്ന് രക്തസാക്ഷികളായി. 1949 മാർച്ച് 4-നാണ് മണ്ടോടി കണ്ണൻ രക്തസാക്ഷിത്വം വരിച്ചത്. 1948 കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് ഭരണകൂടം നടത്തിയ ഭീകരമായ കമ്മ്യൂണിസ്റ്റ് വേട്ടയെ പ്രതിരോധിച്ചവരാണ് ഒഞ്ചിയം രക്തസാക്ഷികൾ. വിപ്ലവ സമരപാതയിലെ സൂര്യ തേജസ്സായി ഒഞ്ചിയം രക്തസാക്ഷികൾ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.